പുലിമുരുകൻ വിജയിച്ചപ്പോഴാണ് എന്നാൽ നമുക്ക് കുറച്ച് വലിയ പടങ്ങൾ ചെയ്യാം. അങ്ങനെ ഓരോരുത്തരും ബ്രേക്ക് ചെയ്ത ആൾക്കാരുടെ അപ്രിസിയേഷൻ തന്നെയാണ്. പട്ടിണിയാണ് എന്നിട്ടും അഹങ്കാരത്തിന് കുറവില്ല. പക്ഷേ ഇത്രത്തോളം സക്സസ് എന്തായാലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ എപ്പോഴും സിനിമ ഉണ്ടാക്കുമ്പോൾ അത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ സെറ്റ് ഉണ്ടാക്കുക എന്നായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ടഫസ്റ്റ് പാർട്ട്. പിന്നെ അതിൽ മഴ പെയ്ക്കുന്ന, മഴ ഒഴുകി വരുന്ന, അതൊക്കെ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്. നമ്മുടെ ഒപ്പം ഇപ്പോൾ ഉള്ളത് മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ചിദംബരം, ഒപ്പം വിഷ്ണു രേഖു, ഒപ്പം അരുൺ കുര്യനാണുള്ളത്. പിന്നെ മന്നത്ത് ഗ്രൂപ്പ് ഇന്റർനാഷണൽ MD and CEO ശ്രീ ഉണ്ണികൃഷ്ണൻ. ആദ്യം അവർ തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ദുബായ് ആൻഡ് താങ്ക് യു ഫോർ ദ വാം റിസെപ്ഷൻ. താങ്ക് യു മന്നത്ത് ഗ്രൂപ്പ്, ഷീ കമ്പനി ആൻഡ് എവരി വൺ. താങ്ക് യു ഫാസ്റ്റ് ഫിലിംസ്. യെസ്, താങ്ക് യു ഓൾ. ഈ സിനിമയെ ദുബായിൽ എത്തിച്ചത് മന്നത്ത് ഗ്രൂപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒന്നും കൂടെ തുടങ്ങാം. താങ്ക് യു എവരി വൺ. ഈ മൂവി ശരിക്കും റിലീസാകുന്നതിന് ഒരു 1 month മുമ്പ് തന്നെ ഒരു പേര് ഞാൻ കേട്ടു, മഞ്ഞുമൽ ബോയ്സ് റിലീസാവുകയാണ്. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഞാൻ നമ്മുടെ ടീമായിട്ട് പറയുക, ഈ മൂവി എങ്ങനെയെങ്കിലും നമുക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യണം. കാരണം വേറെ ഒന്നുമല്ല, ടീം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു സിനിമയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് വളരെ ഉറപ്പായിരുന്നു. മൂവി റിലീസായപ്പോൾ അതിനും വളരെ മുകളിലാണ് ആ ഒരു പ്രസൻറ്റേഷനും ആ ഒരു മൂവിയുടെ കഥയും കാര്യങ്ങളും എല്ലാം. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം അന്ന് നമ്മൾ പറഞ്ഞൊരു ഡിസിഷൻ വളരെ നല്ലതായിരുന്നു. ആ ഒരു മൂവി ടീം എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെ അവർ വരാനും സാധിച്ചു, എന്നെ സപ്പോർട്ട് ചെയ്യാനും സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. ഈ ടീമിൻ്റെ ഒരു പ്രൊമോഷനിൽ ഭാഗമാകാൻ സാധിച്ചതിൽ മന്നത്ത് ഗ്രൂപ്പിന് വളരെ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് എവരിവൺ. നമുക്ക് ചോദിക്കാം, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ചോദിക്കാം. ചിദംബരത്തോടാണ്. തമിഴ്നാട്ടിലൊക്കെ ഗംഭീരമായി സിനിമ ഓടുന്നതാണ് കേട്ടത്. അതൊരു ഗുണ ഫാക്ടറാണോ, ക്വാളിറ്റി കൊണ്ടാണോ, എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ അത് ഗുണ ഫാക്ടർ തന്നെയാണ്. കാരണം കമൽ സാറും ഇളയരാജയുടെ പാട്ട് ഈക്വൽ വാല്യൂ തന്നെയാണ് ആൾക്കാരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ആസ് എ ഹോൾ ഫിലിം ദേ ലൈക്ക് ഇറ്റ്. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇതില് ഈ പ്രകൃതി നശീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചില ഘടകങ്ങളൊക്കെ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞതായിട്ട് വായിച്ചത്, അങ്ങനെ തീർച്ചയായും. കാരണം ഞാൻ ഗുണാക്കേവിന് പോയപ്പോൾ നേരിട്ട് കണ്ടതാണ്. കാരണം അവിടെ അത്രയും മാലിന്യവും എല്ലാം, നമ്മളുടെ കൊടൈക്കനാൽ മാത്രമല്ല, ഇന്ത്യയിലെ പല പരിസ്ഥിതിയിലും പല പ്രദേശങ്ങളിലും ഇങ്ങനെ മാലിന്യവും പരിപാടി, ഒരു മാനേജ്മെന്റ് ശരിയില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു ഗവൺമെന്റ് ബോഡീനെ ആരെയും കുറ്റപ്പെടുന്നതല്ല, നമ്മളുടെ കളക്റ്റീവായിട്ടുള്ള നമ്മളുടെ ഒരു മെന്റാലിറ്റിയാണ്. അതിലെന്തെങ്കിലും മാറ്റം ഇപ്പോൾ അങ്ങനെ ചർച്ച നടക്കുന്നുണ്ടോ? തീർച്ചയായും ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഈസി പ്രോസസ് അല്ല, വൺ ഡേയിൽ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ് അല്ല. അപ്പോൾ നിയമനിർമ്മാണം അതിൻ്റെ എല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ കളക്റ്റീവായിട്ട് ആസ് എ പോപ്പുലേഷൻ നമ്മളിൽ നിന്നാണ് ആ ചേഞ്ച് ഫസ്റ്റ് വരേണ്ടത്. ഇപ്പോൾ പല കോണിൽ നിന്നും വലിയ അപ്രീസിയേഷൻ ഈ സിനിമയ്ക്ക് വരുന്നുണ്ട്. ഇതുവരെ കിട്ടിയ ഏറ്റവും വലിയ അപ്രീസിയേഷൻ ഉണ്ട് കമൽ സാറിനെ കാണാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയ അപ്രീസിയേഷൻ. പല സ്ഥലത്തും വിളിച്ചിരുന്നു, പല ആക്ടേഴ്സും വിളിച്ചിരുന്നു. പക്ഷേ ബിക്കോസ് കമൽ സാർ ഈസ് പാർട്ട് ഓഫ് ദ ഫിലിം, പിന്നെ ഫൈനലി അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് സിനിമ കാണാൻ പറ്റി. അദ്ദേഹം മാത്രമല്ല, സന്താന ഭാരതി സാറുണ്ടായിരുന്നു, ഗുണൻ ഡയറക്ടർ. സോ അവരെ കൂടെ ഇരുന്ന് സിനിമ കാണുന്നത് ഭയങ്കര ഒരു ഡ്രീം ലൈക്ക് ഫീലിംഗ് ആയിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് അച്ചീവ്മെൻറ്റ് ഐ ഗോട്ട്. ഓരോ സിനിമയും അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ അണിയറ പ്രവർത്തകർ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അതിനെ ഒരുങ്ങുന്നത്. അപ്പോൾ ഒരു സിനിമയുടെ സക്സസ് ഇപ്പോൾ തമിഴ്നാട്ടിലടക്കം വലിയ തോതിൽ ഇതിന് സ്വീകാര്യത ലഭിക്കുന്നു, മലയാളികൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നു. ഇത്രത്തോളം ഒരു സക്സസ് പ്രതീക്ഷിച്ചിരുന്നു? എങ്ങനെയാണ് ഈ ഒരു സക്സസിനെ നോക്കിക്കാണുന്നത്? ഇത്രത്തോളം സക്സസ് എന്തായാലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ എപ്പോഴും സിനിമ ഉണ്ടാക്കുമ്പോൾ അത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത്രത്തോളം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇത് ഗോസ് ഫോർ മൈ ഫസ്റ്റ് ഫിലിം ഓൾസോ, ജാനേമൻ. അതും എനിക്ക് ദുബായിൽ ഭയങ്കര റിസപ്ഷൻ ആയിരുന്നു. ആൻഡ് അതും പ്രതീക്ഷിക്കുന്ന നമ്മൾ ചെയ്യുന്നു, അത് വരുന്നു. അത് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എന്തെങ്കിലും മാറ്റം നാട്ടിലെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചതിൽ നിന്ന് ഗൾഫിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അതിൽ ആരോ പറഞ്ഞു കേട്ടു അങ്ങനെ എന്തോ മാറ്റങ്ങളുണ്ട്? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് സെൻസർ അങ്ങനെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഓഡിയോയിൽ എന്തോ ഒരു ചെറിയ മാറ്റം ഉണ്ടെന്നല്ല. അങ്ങനെ സിനിമയിൽ നിങ്ങൾ കാണുന്ന സിനിമയിലാണ് നാട്ടിലും കാണുന്നത്. ഇവിടെ
മലയാള സിനിമകൾക്കും ദുബായ് ഒരു ഹബ്ബാണ്, എസ്പെഷ്യലി ഇവൻറ്റ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ. ഞങ്ങളൊക്കെ പല സിനിമകളുടെ പ്രൊമോഷൻ പങ്കെടുക്കുന്നത് സിനിമ ഇറങ്ങുന്നതിനേക്കാൾ ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ ഗംഭീര സിനിമയെന്ന് പറയേണ്ട അവസ്ഥ എനിക്ക് വരാറുണ്ട്. ഇത് അവിടെ അങ്ങനെയല്ല, ഹിറ്റായ ശേഷമാണ് നിങ്ങൾ ഇവിടെ ദുബായ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ദുബായ് മലയാളികളുടെ ആ സ്വീകാര്യതയെ അല്ലെങ്കിൽ അവർ ഏറ്റുവാങ്ങിയ സ്നേഹത്തൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? GCC ആൻഡ് ദുബായ് മലയാള സിനിമയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രേക്ഷകർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സസ്റ്റൈനബിലിറ്റി ഓഫ് മലയാളം സിനിമ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഭയങ്കര ഓവർവെൽമിംഗ് ആണ്. ഇന്നലെ ഞാൻ സഫാരി മോളിൽ പോയി ആൻഡ് ദ ക്രൗഡ് ഈസ് വെരി ഗുഡ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us GCC ഓഡിയൻസ്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇവിടെ എപ്പോഴും രണ്ടാമത്തെ സിനിമ ചെയ്യാനാണ് പാടെന്ന് പറയുക. ഇപ്പം ജാനേമൻ ഒരു സക്സസ് സിനിമയാണ്. ഇപ്പം രണ്ടാമത്തെ സിനിമയുള്ള ജോയിൻ എങ്ങനെയായിരുന്നു? ഇനി മൂന്നാമത്തെ സിനിമ ചെയ്യാനാ പാട്. ഇത് കഴിഞ്ഞ് ഐ ഹാവ് ടു ഡു സംതിങ് ദാറ്റ് വിൽ കം. കാരണം മഞ്ഞുമൽ ബോയ്സിന്റെ മാജിക് ഇസ് നോട്ട് ബിക്കോസ് ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ക്രക്സും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. ആൻഡ് എന്തായിരുന്നു ചോദ്യം, ഞാൻ വിട്ടുപോയി, സോറി. രണ്ടാമത്തെ സിനിമയിലേക്ക് എത്താനുള്ള ട്രാവൽ ഉണ്ടല്ലോ. രണ്ടാമത്തെ സിനിമ ഭയങ്കര ടഫ് തന്നെയായിരുന്നു ടു മൗണ്ട്. കാരണം ഇതിൻ്റെ റിസർച്ചും പ്രീ പ്രൊഡക്ഷനും ടുക്ക് മീ 1.5 വർഷം എടുത്തു. ബിക്കോസ് ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ ഒട്ടും ചോരാതെ കാണിക്കണം എന്നുള്ള ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഗുണ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഗുണേനെ നമ്മൾ എന്ത് ചെയ്യും? ഗുണ കേവ് ഞാൻ ഫസ്റ്റ് ഇറങ്ങിപ്പോയി കണ്ട് ഞാൻ ഷോർട്ട് വിളിച്ചു പറഞ്ഞ് മച്ചാനെ നടക്കൂല, ഇത് കുറച്ച് പണിയാണ്, എനിക്ക് കുറച്ച് പേരോട് ഷൂട്ട് ചെയ്ത് മരിക്കും, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ഉണ്ടാക്കേണ്ടി വരും. ആ സെറ്റ് ഉണ്ടാക്കുന്നത് വാസ് അൺഹേർഡ് ഓഫ്. ഒരു ഗോ സെറ്റ് ഇടുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രൊഡക്ഷൻ അത് തീരുമാനിച്ചുകൊണ്ടാണ് സിനിമ ഉണ്ടാക്കിയത്. ഞാൻ ആദ്യം ഇനീഷ്യലി തീരുമാനിച്ചത് ഇത് നടക്കില്ല, നമുക്ക് അടുത്ത പരിപാടിക്ക് പോകുന്നു തീരുമാനിച്ചിരുന്നു ഫസ്റ്റ്. മഞ്ഞുമൽ മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ റീമേക്ക് ചെയ്യും? കാരണം ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ്. ആൻഡ് ഇത് കൾച്ചറലി ഇറ്റ്സ് ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാട്. അപ്പം അത് ബാക്കിയുള്ള ഭാഷകൾ റീമേക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഒട്ടും ചെയ്യണം. പക്ഷെ അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാനിത് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി ഇത് ചെയ്യണ്ട. ഈ സിനിമയായിരുന്നു ഈ തിയേറ്ററിൽ സൗണ്ടിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നത്, അതെന്താ സംഭവിച്ചിരുന്നതെന്ന്? സൗണ്ടിന് പ്രശ്നം അത് എല്ലാ സിനിമ വരുമ്പോഴും സൗണ്ടിന് ചെറിയൊരു, കാരണം ഓരോ തിയേറ്ററിന്റെ കാലിബ്രേഷനും സൗണ്ട് ആൻഡ് വിഷ്വലിനും പ്രശ്നം വരും. വിഷ്വലിൽ നമുക്ക് ഓരോ തിയേറ്ററിൽ കാണുമ്പോഴും നമ്മളുണ്ടാക്കിയ പടമല്ല കാണുന്നത്. അതിൻ്റെ പല ബൾബിൻ്റെ സ്ക്രീൻ, അതിൻ്റെ ത്രൂ, അങ്ങനെ ഓരോരോ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാ തിയേറ്റേഴ്സും ഒരേപോലെ കാലിബ്രേറ്റ് ചെയ്യാനും കുറച്ച് ഇമ്പോസിബിൾ ആണ്. പക്ഷെ അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സൗണ്ട് നമ്മൾ പടം മിക്സ് ചെയ്തിരിക്കുന്നത്, നമ്മളെല്ലാ മലയാള സിനിമകളും മിക്ക ഇന്ത്യൻ സിനിമാസും വോക്കലിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വോക്കൽ സെൻറ്ററിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. അതാണ് ശരി നിലവാരം, നമ്മൾ യൂസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ചില ഇംഗ്ലീഷ് സിനിമകൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് അത്ര ഒരു ഇത് കിട്ടില്ല. കാരണം വി ആർ വെരി ലൗഡ്, നമ്മൾ വോക്കലിന് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കുറച്ച് ആൾക്കാർക്ക് അതെന്തോ സൗണ്ട് കേട്ടില്ല എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ വി ഗോട്ട് സ്റ്റിക്ക് വിത്ത് ദാറ്റ്. കാരണം സൗണ്ട് വരുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഡൈനാമിക്സ് വോക്കലിൽ മാത്രം വരും, ബാക്കി സൗണ്ട് ഡൈനാമിക്സ് ഭയങ്കര കംപ്രസ്ഡ് ആയി. വി ഡോണ്ട് ഹാവ് ടു കോംപ്രമൈസ് ഓൺ ദാറ്റ്. അതുപോലെ തന്നെ ഒരു റിയൽ ഇൻസിഡൻറ്റ് സിനിമയാക്കുക എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം അപ്പോൾ അത് അനുഭവിച്ച ആളുകളുടെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. ഒരു സംവിധായകൻ അത് മനസ്സിലാക്കുന്ന ഒരു പക്ഷേ മറ്റൊരു രീതിയിലായിരിക്കും. അപ്പം നിങ്ങളും ഈ ശരിക്ക് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകളും നിങ്ങളും തമ്മിൽ ഏതെങ്കിലും സമയത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു? അവർ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർ അങ്ങനെ സിനിമയിൽ ഇടപെടുമോ, അങ്ങനെ സ്ക്രിപ്റ്റോ അങ്ങനെ ഒന്നുമില്ല. ചർച്ചകൾ കുറേ വി ഹാവ് സ്പെൻഡ് എ ലോട്ട് ഓഫ് നൈറ്റ്സ് ടുഗദർ. റിയൽ ബോയ്സും റിയൽ ബോയ്സുമായിട്ട് വി ഹാവ് പാർട്ടിഡ് എ ലോട്ട്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൾക്കാരെ മറയില്ലാതെ അവരുടെ ഒരു മുഖംമൂടി ഇല്ലാണ്ട് അവരെ കാണുക. പിന്നെ അവരുടെ എല്ലാവരും ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂസ് എടുത്ത് അത് ഡോക്യുമെൻ്ററി ആക്കിയ ശേഷമാണ് സ്ക്രിപ്റ്റിങ്ങിലേക്ക് പോയത്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന പറഞ്ഞാൽ അതിന് മാറ്റി ചെയ്യാത്തതുകൊണ്ട് പിന്നെ അതിന് വലിയ ചർച്ചകൾ വന്നിട്ടില്ല. അഭിനയിക്കുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഒരു റിയൽ ക്യാരക്ടറിനെയാണ് അഭിനയിക്കുന്നത്, അവർ മുന്നിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു റിയൽ ക്യാരക്ടറിനെ അഭിനയിക്കുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ്. എന്താ പറയുക, ആസ് ആക്ടേഴ്സ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രം ആൻ ആക്ടേഴ്സ് പെർസ്പെക്റ്റീവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ചാലഞ്ചിങ് ആണ്. എപ്പോഴും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല. അപ്പോൾ കിട്ടിയ സമയത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ചിതു പറഞ്ഞ പോലെ ഒരു ഡോക്യുമെൻ്ററി ക്രിയേറ്റ് ചെയ്തിരുന്നു.
നമുക്ക് ആക്ടേഴ്സിന് വേണ്ടി ഇതൊരു റെഫറൻസ് പോലെ. ആ ഡോക്യുമെൻ്ററി തന്നെ ഒരു 45 മിനിറ്റ്സ് നീളുണ്ടായിരുന്ന ഒരു ഡോക്യുമെൻ്ററി ഇവരുടെ ഈ അനുഭവത്തിനെ പറ്റി, ഇവർ അന്ന് പോയ ട്രിപ്പിനെ പറ്റി എല്ലാവരും ഈ 11 ബോയ്സിൻ്റെ അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ സോൾഡായിരുന്നു. നമുക്കവിടെ ഇത് പറഞ്ഞിരിക്കേണ്ട കഥയാ, കുറേ പേര് അറിയേണ്ട സ്റ്റോറിയായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു. ഓഫ്കോഴ്സ് ജീവിച്ചിരിക്കുന്ന ഒരു എൻ്റെ ക്യാരക്ടർ ഞാൻ ചെയ്തത് സുജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ചേട്ടൻ എറണാകുളത്തിന് ഓഫ്കോഴ്സ് മഞ്ഞുമല്ലാണ്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും കാമായിട്ടുള്ള ചേട്ടൻ ആ ചേട്ടനാണ്, സുജിത്താണ്. ബാക്കിയുള്ളൊരു അത്യാവശ്യം ഇച്ചിരി ലൗഡാണ് ആസ് പേഴ്സണാലിറ്റി ക്യാരക്ടേഴ്സ്. അപ്പം ആ ചേട്ടനെ പോയി മീറ്റ് ചെയ്തു. പുള്ളിയായിട്ട് ഒരു 3-4 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്തു. പുള്ളിയുടെ ഓഫീസിൽ പോയി, ഇവർക്ക് താമസിക്കുന്ന വീട്ടിൽ പോയി എല്ലാ ബോയ്സിനെയും പരിചയപ്പെട്ടു. അവരുടെ വീടുകളിൽ പോകുന്നതൊക്കെ ഒരു ആസ് എൻ ആക്ടർ ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. അടിപൊളി അനുഭവമാണ്. ഇപ്പോൾ വളരെ പ്രൗഡും ഹാപ്പിയാണ്. അയാളെ മാറിയതൊന്നുമില്ല, പക്ഷെ നമ്മൾ ശ്രമിച്ചു. ചിതുവിൻ്റെ ഒരു വിഷൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ തന്നെ വലിയ ഹാപ്പിയാണ്. ചിദംബരത്തിന്റെ ഫസ്റ്റ് മൂവിക്ക് ശേഷമുള്ള ആ ഒരു ബ്രേക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടായിരുന്നോ, അതോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നോ, അതോ മറ്റേതെങ്കിലും? ഫസ്റ്റ് അല്ല, ഇത് ഈ സിനിമ ചെയ്യാൻ വേണ്ടി തന്നെ ഉള്ള ബ്രേക്ക് ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് വെരി ഫ്രസ്ട്രേറ്റിംഗ് ഓൾസോ. യു ഡിഡ്ന്റ് ഗെറ്റ് ടു ഷൂട്ട് ഫോർ എനിത്തിങ് ഫോർ 2-3 years. അപ്പോൾ വർക്കില്ല. അപ്പോൾ അങ്ങനെ കുറേ ഫ്രസ്ട്രേഷൻസും മെന്റൽ അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ടായിരുന്നു. പക്ഷേ വി ആർ ഓൾ വർക്കിംഗ് ഫോർ ദിസ് ഓൺലി. അത് ഫൈനലി ഇത് വരും എന്ന് എനിക്കറിയാം. സോ ഇറ്റ് ദ പ്രോസസ് ഓൾമോസ്റ്റ് 3 years, 2 to 3 years. എല്ലാം ടഫാണ്. ടെക്നിക്കലി അത് കാണിക്കാനും അത് അച്ചീവ് ചെയ്യാനും കുറച്ച് ടഫായിരുന്നു. ഈ സെറ്റ് ഉണ്ടാക്കുക എന്നായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ടഫസ്റ്റ് പാർട്ട്. പിന്നെ അതിൽ മഴ പെയ്ക്കുന്ന, മഴ ഒഴുകി വരുന്നത്, അതൊക്കെ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്. പിന്നെ ഇവർ കയറിൽ കയറി പോകുന്നത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് ഓപ്പറേഷൻ. പല പുള്ളീസും അത് ഒരു കയറ് പോയി അവിടെ നിന്ന് പല പുള്ളി സിസ്റ്റത്തിൽ. അത് വിക്രം ദഹിയ എന്ന് പറഞ്ഞ ഒരു സ്റ്റണ്ട് ഡയറക്ടറാണ് ചെയ്തത്. ഈസ് ഫ്രം മുംബൈ ആൻഡ് ഈസ് വൺ ഓഫ് ദ നേഷൻസ് ബെസ്റ്റ്. ഇത് ഫൈറ്റ് അല്ലെങ്കിലും അത്രയും ടെക്നിക്കലാണ് പരിപാടി. ഞാൻ ഈ 2 പേരെ, അതും അവർ 40 feet ഹൈറ്റിലാണെന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ 40 അടിയിൽ നിന്ന് വീണാൽ എന്തൊക്കെ സംഭവിക്കും, അതൊക്കെ സംഭവിക്കും. അപ്പോൾ അത് തന്നെയായിരുന്നു അതിൻ്റെ ടഫ് ടു അച്ചീവ് ഗുണ. ഗ്രേറ്റ്. എന്തായാലും ഈ ഒരു മൂവി ചെയ്യാൻ കാണിച്ച ധൈര്യത്തിന് നമ്മൾ ഒന്നാമതൊരു ഒരു കയ്യടി കൊടുക്കാം കേട്ടോ. ഫ്രം അവർ ടോട്ടൽ ടീം വി ആർ പ്രൗഡ് ദാറ്റ് ആസ് എ മലയാളി. പല തമിഴിയൻസും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ആണ് സൂപ്പർ ഇറക്കാൻ പടം, അടിപൊളിയായിട്ട് ചെയ്തു സാർ. താങ്ക് യു സോ മച്ച്. അല്ല, ഇതിപ്പോ 9ാമത്തെ സിനിമയാണ്. ഏതാണ് എനിക്കറിയില്ല എങ്ങനെയാണത്. ഞാൻ ആക്ച്വലി രാജീവ് രവി സാറിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റീവ് ലോപ്പസിലാണ് നല്ലൊരു ക്യാരക്ടർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കമ്മട്ടിപ്പാടം, അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇങ്ങനൊരു നമുക്ക് ഒരു സ്വപ്നമായിരിക്കുമല്ലോ, ഒരു ഡ്രീമായിരിക്കും നമുക്കൊരു ഇങ്ങനൊരു ലെങ്തി ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം അതിനുള്ളൊരു ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ. ഇപ്പോൾ താങ്കളുടെ ജോണറിനെ കുറിച്ച് പറയുന്നത്, ഇപ്പോൾ മറ്റേ ജാനേമനിൽ ഒരു ആഘോഷ വീട് മരണ വീടായി മാറുന്നു. മഞ്ഞുമൽ ബോയ്സിൽ ഒരു നിരീശ്വരവാദി ഈശ്വരനായി മാറുന്നു. 3ാമത് ഞങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എനിക്ക് പറഞ്ഞുകൂടാ, അത് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കിട്ടട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഒരു കഥ അതും കൂടെ ചേർന്നൊരു അങ്ങനെ ഒരു ലെയറും അങ്ങനെ ഒരു മെറ്റായുള്ള ഒരു കഥ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചില കഥകളിൽ നമ്മളത് അറൈവ് ചെയ്യുന്നതാണ്. ചില കഥ ചിലപ്പോൾ ജാനേമനിലായാലും മോനിച്ചനും ജോയ്മോനും ഒരാളാണെന്നുള്ളത്, അവരുടെ പ്രശ്നം ഒരാണെന്നുള്ളത് പടം എഴുതുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ആ സീനിലെത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നതോ ഇവർ ഒരേ ആൾക്കാരാണല്ലോ. അപ്പം അങ്ങനെ അറൈവൽ കുറേ ഉണ്ട് സിനിമ. നമ്മൾ എത്തിച്ചേരുകയാണ് പല കാര്യങ്ങളിലേക്ക്. ആൻഡ് ഐ ബിലീവ് ഇൻ ദാറ്റ് പ്രോസസ്. താങ്കളുടെ ഒരു അഭിനേതാക്കളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു കംഫർട്ട് സോണിലുള്ള ആളുകൾ മാത്രമാണ് അതിലൊക്കെ ഉള്ളത്. ഈ ജാനേമാനാണെങ്കിലും ഈ സിനിമയാണെങ്കിലും അഭിനേതാക്കളുടെ ഒരു ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് കംഫർട്ടായിട്ടുള്ള കുറേ ആളുകളാണുള്ള പോലെ തോന്നുന്നത്. എല്ലാവരും പണിയെടുക്കുന്ന അങ്ങനെയല്ലേ, കംഫർട്ടബിൾ ആയതോടുകൂടിയല്ല എല്ലാവരും പണിയെടുക്കുക, ശ്രമിക്കുക. അപ്പോൾ എനിക്കത് പറ്റുമെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യുന്നില്ല. അങ്ങനെ കംഫർട്ട് നോക്കിയല്ല, ബേസിക്കലി അവരുടെ ആക്ടിങ് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ. അവരുടെ പെർഫോമൻസ് തന്നെയാണ്. പിന്നെ കംഫർട്ട് എന്തായാലും നമ്മുടെ കൂടെ നമ്മൾ കംഫർട്ടബിൾ ആയിക്കോളും. ജാനമനിലെ എഴുത്തിലെ ഗണപതി സഹകരിച്ചിരുന്നു തോന്നുന്നു. ഇതിനകത്ത് ഏതൊക്കെ രീതിയിലാണ്? ഇതിൽ കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഗണപതി. ജാനേമനിൽ ഗണപതി നിന്നൊക്കെ കുറേ തമാശകൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്കൊരു അങ്ങനെ ഒരു മിറർ നല്ലതാണ്.
ഒരു തമാശ അങ്ങോട്ടിട്ട് തിരിച്ചു വരാൻ അങ്ങനെ അങ്ങനെ ഇതിലത്ര തമാശകളൊന്നും കുറച്ചുകൂടി ഇൻറ്റൻസ് എനിക്കൊരു പേഴ്സണൽ ട്രാവലാണ് ഞാനിത് ഒറ്റയ്ക്ക് എഴുതിയത്. അരുണിൻ്റെ ജേർണിയിൽ എങ്ങനെയാണ് ഇതിനെ ഈ സിനിമ മാർക്ക് ചെയ്യുന്നത്? വെരി പ്രൗഡ്. ഞാൻ റിപ്പീറ്റ് അടിച്ച് ഇത് തന്നെയാണ് പറയുന്നത്. വെരി പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ഫിലിം. പിന്നെ ഞാനങ്ങനെ ഒരുപാട് സിനിമകളും ചെയ്തിട്ടില്ല. ഇതെൻ്റെ 9ാമത്തെ സിനിമയാണ്. പൂക്കാലം എന്ന് പറഞ്ഞ സിനിമ ആണ് അതിൻ്റെ മുമ്പേ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഒന്നും ചെയ്തിട്ടില്ല. സെലക്ടഡായിട്ട് സിനിമ എടുക്കത്തുള്ളൂ? അങ്ങനെയൊന്നുമില്ല, പട്ടിണിയാണ്. എന്നിട്ടും അഹങ്കാരത്തിന് കുറവില്ല. പക്ഷെ ഒരു നല്ല സ്റ്റോറി ആയിരിക്കണം, എനിക്കിഷ്ടമുള്ള ഡയറക്ടർ ആയിരിക്കണം, പറയേണ്ടിരിക്കേണ്ട ഒരു കഥയായിരിക്കണം എന്നുള്ള എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്. പൈസ കിട്ടണം സോ പക്ഷെ ഈ സെലക്റ്റീവ് ആവണം എന്നുള്ളൊരു അജണ്ട ഒന്നുമല്ല. അങ്ങനെയാണ് വീട്ടിൽ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ പോകുന്നത് റിസ്ക്കാണ്, പക്ഷെ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ പ്രോസസ്. നടക്കില്ലെന്ന് തോന്നിയൊരു മൊമെന്റ് ചെയ്യുന്ന എപ്പോഴാണ് ഇത് പിന്നെ ഓണാകുന്നത്? എന്നോട് അജയൻ ചാലിശ്ശേരി എന്ന് പറയുമ്പോഴാണ് നമ്മളെല്ലാവരും ഗുണയിലിറങ്ങി കണ്ടു, അതിൻ്റെ സ്കെയിൽ കണ്ടു. അപ്പം അവിടെ ഷൂട്ട് ചെയ്യാൻ നമ്മൾ ആലോചിച്ചു. അവിടെ നമ്മൾ പടികൾ അടിക്കേണ്ടി വരും. ഇത്രയും എക്യുപ്മെൻറ്റ് എല്ലാ ദിവസവും പ്ലസ് 120 ആൾക്കാരെ കയറ്റി എല്ലാ ദിവസവും കയറ്റി ഇറക്കണം. അപ്പം രാത്രി വന്നിട്ട് എണ്ണ എടുക്കുമ്പോൾ ആൾ കുറയരുത്, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അടുത്ത പടം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് ഇത് നടക്കില്ല എന്നൊക്കെ അപ്പോഴാണ് നമുക്ക് സെറ്റ് ഇടാം. അപ്പോൾ സെറ്റ് ഇടാൻ ഗുഹ എത്രത്തോളം ഇടും, കുഴി ഇടണം, അപ്പം എത്രത്തോളം ഇടും, അതൊക്കെ അജയേട്ടൻ വന്ന് അജയൻ്റെ ഭാഷയിൽ നമുക്കങ്ങനെ പിടയ്ക്കാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പരിപാടി ഓൺ ചെയ്തത്. പിന്നെ ഞാൻ സെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് സെറ്റിൻ്റെ സ്ഥലം കണ്ടു, ഇത് എവിടെ ഇടും, അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. കാരണം ഇത് ഈ കേരളത്തിന് അത്രയും വലിയ ഫ്ലോറുകളില്ല. കാരണം ഇതൊരു നമുക്കൊരു 50-60 ഫീറ്റ് ഹൈറ്റ് വേണം ഒരു കൺവെൻഷൻ. പിന്നെ പോയി അത് ചെന്നൈയിലോ ഹൈദരാബാദിലോ അങ്ങനെ അത്രയും വലിയ ഫ്ലോറുകളിൽ സെറ്റ് ഇടുക എന്നുള്ളതാണ് അടുത്തൊരു ഓപ്ഷൻ. പക്ഷെ അത് നമ്മളുടെ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് മാറും, ലൈക്ക് മോർ ദാൻ ഡബിൾ പോവും. പിന്നെ നമ്മൾ കുറേ അന്വേഷണമായിരുന്നു, പല വെയർ ഹൗസുകൾ, പല സ്ഥലങ്ങൾ, വേറെ ഗുഹകളുണ്ട് ഇന്ത്യയിൽ ഇതേപോലെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഷൂട്ട് ചെയ്യാൻ. ഇങ്ങനെ എല്ലാം കഴിഞ്ഞു ഒരു സ്ഥലം അറൈവ് ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് അജയൻ്റെ പൂർണ്ണ വിശ്വസിച്ച് ഞാൻ ഷൂട്ട് തുടങ്ങി. ഞാൻ ബാക്കി കൊടയും കൊച്ചി ഷെഡ്യൂളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സമയത്ത് പാരലലിയാണ് ഈ ഗുഹ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും ഇത് എല്ലാ ദിവസവും പോയി കാണുന്നില്ല, ഞാൻ ഓരോ മാസം കൂടുമ്പോഴൊക്കെയാണ് ഒരു ദിവസം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. ഫൈനലി ഒരു ദിവസം പോയപ്പോൾ കൊടയുടെ ഒരു കഷ്ണം ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് പൂർണ്ണമായ വിശ്വാസമായത്. കാരണം അത്ര വരെ എനിക്ക് എത്രത്തോളം ഇത് ഗുഹയാവുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അത് പൂർണ്ണമായും അജയേട്ടൻ്റെ തന്നെ പരിപാടിയാണത്. പ്രൊഡ്യൂസറായിട്ട് അതാണ് തന്നെയാണ് വന്നത്. സൗബിക്ക റോളുണ്ടെങ്കിൽ അഭിനയിക്കാൻ പ്രൊഡ്യൂസറായിട്ട് തന്നെയാണ്. കാരണം പറവയ്ക്ക് സിനിമ ചെയ്യണം, ഈ കഥ സൗബിക്കും അറിയുന്നതാണ്, ഷോണിനും അറിയുന്ന കഥയാണ്. അപ്പം നമ്മൾ ഇരുന്ന് സംസാരിച്ച് ഇത് സിനിമയെ, കാരണം സൗബിൻ ഷായർ പോലത്തെ ഒരു പ്രൊഡ്യൂസറിലാണ് ഈ പടം മെറ്റീരിയലൈസ് ആയത്. കാരണം ഈസ് ഓൾസോ ഡയറക്റ്റ് ഫിലിം മേക്കർ. അപ്പോൾ ഇതിൽ കഥ എന്താണ് ഇത് ആൾക്കാർ സ്വീകരിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട്. കാരണം ഇതൊരു കൺവെൻഷണൽ ഫോർമുല ഇല്ല. ഇതൊരു ഫോറിൻ ഇൻവെസ്റ്റർ ടു ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഫസ്റ്റിൽ ഒരു നോർമൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് കാണില്ല. അത് ഒരു ഫിലിം മേക്കറിനാണെന്ന് കാണാൻ പറ്റുന്നത്. ഈ സിനിമയുടെ കുറേ സംവിധായകർ സഹകരിച്ചിട്ടുണ്ട്. അപ്പം ഗാലിദ് റഹ്മാൻ, സോബിൻ സാഗർ, അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഡേറ്റ് കിട്ടുമ്പോൾ അവർക്ക് വലിയ അധികം പടങ്ങളില്ലാത്തതുകൊണ്ട് കുറേ ദിവസമൊക്കെ അവരിരുന്ന് വർക്ക് ചെയ്തു. പിന്നെ ഓഫ് കോഴ്സ് കണ്ടല്ലോ, അവർ ആക്ച്വലി ആക്ടേഴ്സ് തന്നെയാണ്, ഡയറക്ടേഴ്സിനൊക്കെ. സിനിമ പണ്ട് തൊട്ട് ഈ OTT വന്നപ്പോൾ കുറച്ചുകൂടി പോലെ, അല്ലെങ്കിലും മലയാള സിനിമ വാസ് ഓൾവേസ് അപ്രീഷിയേറ്റഡ്. ഈ സബ് ടൈറ്റിൽസും OTT വന്നപ്പോഴാണ് കുറച്ചും കൂടെ ജനകീയം. ആഫ്റ്റർ കൊറോണ എവരി വൺ സ്റ്റാർട്ടഡ് വാച്ചിങ്. കുറച്ചുകൂടെ റിലേറ്റബിൾ കണ്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ലിമിറ്റേഷൻസ് പറഞ്ഞ ബജറ്റാണ്. അപ്പം നമ്മൾ ഒരിക്കലും എഴുതുമ്പം ഒരു 1000 പേരുടെ ഫൈറ്റോ 1000 പേരുടെ ഡാൻസോ എഴുതാൻ നമ്മൾ ധൈര്യപ്പെടില്ല, കാരണം അത് എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കണ്ടന്റ്, ഒരു ചെറിയ ഗ്രാമം, ഒരു വീട്, അങ്ങനെ നമ്മുടെ ലിമിറ്റേഷൻസ് നിന്നാണ് നമ്മൾ ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള ഫിലിംസ് നമ്മൾ ഉണ്ടാക്കാൻ സാധിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, എനിക്ക് അറിയില്ല, അത് തീരുമാനമായിട്ടില്ലെന്നാണ് തോന്നുന്നു. സിനിമ ഈ 50 കോടി ക്ലബിൽ കയറിയോ? ഐ തിങ്ക് വി ക്രോസ് ദാറ്റ് അല്ലേ, നമ്മളത് ക്രോസ് ചെയ്തു. ഐ തിങ്ക് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ ചിദംബരം ഉൾപ്പെടെ ഈ മലയാളത്തിൽ ഒരുപാട് പരീക്ഷണ സിനിമകൾ നടക്കുന്നുണ്ട്. നേരത്തെയുണ്ട് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ. ഇത്തരത്തിലുള്ള സിനിമകൾ വിജയിക്കുമ്പോൾ
കൂടുതൽ പരീക്ഷണം നടത്താനുള്ള ഒരു ആത്മവിശ്വാസം പുതിയ സംവിധായകർക്കൊക്കെ ഉണ്ടോ? തീർച്ചയായും ഇങ്ങനത്തെ സിനിമകൾ വിജയിക്കുമ്പോൾ അപ്പം പുലിമുരുകൻ വിജയിച്ചപ്പോഴാണ് എന്നാൽ നമുക്ക് കുറച്ച് വലിയ പടങ്ങൾ ചെയ്യാം. അങ്ങനെയാണ് ഓരോരുത്തർ ബ്രേക്ക് ചെയ്ത ആൾക്കാരുടെ അപ്രിസിയേഷൻ തന്നെയാണ് ഈ എന്തൊക്കെ ടൈപ്പ് സിനിമകൾ ഇനി ഉണ്ടാവും എന്നുള്ളതിനെ നിശ്ചയിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മാത്രമാണ് ഒരു സാധനം വേറെ തന്നെ വരുന്നത്. അപ്പോൾ അതും ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ സ്റ്റൈലിൽ പ്രേക്ഷകരുടെ റെസ്പോൺസ് നോക്കി തന്നെയാണ് നമുക്ക് എന്ത് ടൈപ്പ് സിനിമകൾ ഇവിടെ വർക്കാവും, എന്തിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഇറ്റ്സ് എൻ ഇൻഡസ്ട്രി ഓൺലി. അപ്പം അത് പ്രേക്ഷകർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് അവരെന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് കണ്ടന്റാണ് വരിക എന്നുള്ളത്. ഈ സംവിധായകർക്ക് പ്രായ ഒരു തടസ്സമല്ല എങ്കിൽ പോലും ചിദംബരത്തെ പോലെ എൻ്റെ ഷൈജു നേരത്തെ ഒരു സിനിമ ചെയ്തു. കുറേ ചെറുപ്പക്കാർ സംവിധായകരായിട്ട് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നു. അത് കൂടുതൽ നേരത്തെ പറഞ്ഞത് കൂടുതൽ പരീക്ഷണം നടത്താനും കൂടുതൽ ആശയങ്ങൾ പുതിയ ആശയങ്ങളൊക്കെ പരീക്ഷിക്കാനുള്ള കൂടുതൽ ഒരു ആത്മധൈര്യം നൽകുന്നുണ്ടോ? എനിക്കൊന്ന് മിക്ക സംവിധായകരും ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ ചെറുപ്പക്കാരായിരുന്നു തോന്നി. ഷാജി കൈലാസ് സാറായാലും സിബി മലയിൽ സാറായാലും പിന്നെ സിദ്ദിഖ് സാറായാലും അല്ല ഓൾമോസ്റ്റ് ഓൾ ഡയറക്ടേഴ്സ് വേറെ ചെറുപ്പക്കാർ വെൻ ദേ സ്റ്റാർട്ടഡ്. ഐ ഡോണ്ട് നോ, എനിക്കത് കൃത്യമായിട്ട് ഉത്തരം. കൂടുതൽ ആൾക്കാർ പുതിയ ആൾക്കാർ പ്രായം മാനദണ്ഡമല്ല. ഇപ്പം മാർട്ടിൻ സ്കോർസെസി എത്രാമത്തെ വയസ്സിലാണ് വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ. അത്രയും എനർജി ഉള്ള പടം ചെറുപ്പക്കാരെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫുൾ ടീമാണ്. ഇപ്പോൾ ദുബായിൽ ഫുൾ ടീം വന്നിട്ടും ഇവിടെ രണ്ടുപേരെ മാത്രമേ കാണാൻ സാധിച്ചു. എന്ന് പറ്റി മഞ്ഞുമൽ ബോയ്സ് ഭയങ്കര ടഫാണ്. അത് തന്നെയാണ്. അവർ എല്ലാവരും ഷൂട്ടും പരിപാടികളുണ്ട് അവർക്ക്. സോ ഇറ്റ്സ് ഈ 11 പേര് ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ബിഗ് ടാസ്ക് ആണ്. ഷീബയോട് നേരിട്ട് വെച്ചറിയാം. അപ്പോൾ അത് ഞാൻ എന്താ പറയുക 100 days ഞാൻ ചെയ്തു. അതിന് ഞാൻ ആ ബാറ്റർ താഴെ വെച്ചു. ഞാനിപ്പം വൺ ഓഫ് ദി ബോയ്സ് ആണ്. അപ്പോൾ എനിക്ക് ഈ 100 ദിവസം എത്രയും പേര് ഒരുമിച്ച് ഷൂട്ടിന് അത് എങ്ങനെ നടന്നു? അത് ഭയങ്കര പരിപാടിയായിരുന്നു. 10 പേരും എല്ലാവരും ഫ്രണ്ട്സാണ്. വെരി ക്ലോസ് ടു മീ. പക്ഷേ ഇങ്ങനെ സിനിമയിൽ ഷോട്ട് ടു ഷോട്ട് ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിലേക്ക് 10 പേര് നിർത്തുന്നത് അതൊരു എല്ലാവരും പെട്ടെന്ന് ചെതറിപ്പോയി. എല്ലാവരും ഓരോ സ്ഥലത്ത് നിന്ന് കണ്ടുപിടിക്കും. ഞാൻ മറന്നു ഇതിൽ ആള് കുറഞ്ഞത്. കാരണം ഞാനും ഷൂട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഐ ഗോട്ട് യൂസ് ടു ദം. അല്ലെങ്കിൽ കുറച്ച് ദീപകിനെ കാണാനില്ല. ഫ്രെയിമിൽ ആൾ മിസ്സിങ് ആയപ്പോൾ എനിക്ക് മനസ്സിലാവില്ല. കാരണം അത്രയും ആൾക്കാരുണ്ടായിരുന്നു. ദാറ്റ് വാസ് ദ ടഫസ്റ്റ് പാർട്ട്. അതേപോലെ കൊടൈക്കനാൽ ഷൂട്ടിലൊക്കെ ഫുൾ ഡേ നടക്കത്തില്ലല്ലോ. അപ്പം ആ ടൈം എങ്ങനെയാണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കും, ചീട്ടടിക്കും, വോളിബോൾ, അങ്ങനെ പല വിനോദങ്ങളും. നമ്മൾ കുറേ പേര് ക്യാരം ബോർഡ് പഠിച്ചു. അങ്ങനെ കുറേ ചാമ്പ്യൻസ് ഉണ്ടായി. കുറേ ഇഷ്ടംപോലെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു. രാവിലെ 5 തൊട്ട് നമ്മൾ ഇറങ്ങും. ഒരു 9 ആകുമ്പോഴത്തേക്കും ബിക്കോസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ജാനുവരിയിലാണ്. ജാനുവരി ഈസ് നോട്ട് ആൻ ഐഡിയൽ ടൈം ഫോർ കൊടൈ. കൊടയിൽ നല്ല വെയിൽ കണ്ട മധുര പോലെ ഇരിക്കും നമ്മൾ കൊടയിൽ. അപ്പോൾ വി ഹാഡ് ലോങ് ബ്രേക്സ്. പിന്നെ നമുക്ക് പടത്തിന് കണ്ടത് നമ്മളെ ക്ലൈമറ്റും പടത്തിനനുസരിച്ച് പറഞ്ഞു. ഒരു വീട് ശേഷം ഒരു സണ്ണി പ്ലസന്റ് കൊടയിൽ നിന്ന് ഒരു വെറ്റ് ഡാർക്ക് ഒരു അതിലേക്ക് വന്നു. അപ്പം ആ ടൈമിങ്സ് നമുക്ക് മഴ നമ്മൾ ആർട്ടിഫിഷ്യലായി ചെയ്യുന്നുണ്ടെങ്കിലും ടോപ്പ് ലൈറ്റിലും അത്രയും വെളിച്ചത്തിന് മഴ ചെയ്താൽ അത് കുറുക്കൻ്റെ കല്യാണം പോലെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ കുറേ വെയിറ്റ് ഉണ്ടായിരുന്നു. രാവിലെയും വൈകുന്നേരവും മാത്രം അതാണ്. പക്ഷേ താങ്ക്സ് ടു സൗബിൻ, ഇടയ്ക്ക് സൗബിക്കയുടെ മുഖത്തോക്കാനൊക്കെ മടിക്കും. പക്ഷേ എൻ്റെ സിനിമാറ്റോഗ്രാഫർ ഷൈജു കാലത്ത് ഈസ് വെരി സ്ട്രിക്റ്റ് ഓൺ ഡേ ആൻഡ് ആംഗിൾ ഓഫ് ലൈറ്റ് ആൻഡ് വെൻ ടു ഷൂട്ട്. അതൊക്കെ അതെന്തായാലും അത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് ഉണ്ണികൃഷ്ണനോട് ചോദിക്കണം. ശ്രീ ഉണ്ണികൃഷ്ണനോ ഈ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ മാനത്തുള്ള കുറേ ദിവസങ്ങളായിട്ട് ദുബായിലൊക്കെ ചർച്ചയാണ്. റേഡിയോ വാങ്ങിച്ചു കൂട്ടുന്നു, ടെലിവിഷൻ വാങ്ങിച്ചു കൂട്ടുന്നു, ഇപ്പോൾ ഇവൻറ്റ്സിൽ സ്പോൺസർ ചെയ്യുന്നു. നിങ്ങൾ ആരാണ് ശരി? ആ പറഞ്ഞതിന് ചെറിയ തിരുത്തുകൊണ്ട് വാങ്ങിച്ചു കൂട്ടുന്നു എന്നില്ല. കാരണം മന്നത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു ഓൺ പേഴ്സണലിൻ്റെ ഹോൾഡിംഗ് കമ്പനിയാണ്. സോ ഞാൻ ദുബായിൽ ഒരു വിസിറ്റിനായിട്ട് വന്നതാണ്. കാരണം ഞാൻ ഓൾറെഡി ഓണ്ടർപ്രണർ ആണ്. എനിക്ക് ഇന്ത്യയിൽ ഐ ഹാവ് ഡിഫറെൻറ്റ് ബിസിനസ്സസ്. ഞാൻ മേജർലി ഒരു ബാങ്കറാണ്. കുറച്ചധികം ബാങ്ക്സ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫിൻടെക് കമ്പനീസ് ഉണ്ട് ഇന്ത്യയിൽ. 2000 ഡിമോണിറ്റൈസേഷൻ ടൈം മുതലാണ് ഞാൻ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് തിരികുകയും പിന്നീട് ഫിൻടെക് എന്ന ഒരു സെക്ടർ ഞാൻ ബാങ്കിങ്ങിൽ പേയ്മെൻറ്റ്സിലായിരുന്നു. ഞാൻ HDFC ബാങ്കിലും യെസ് ബാങ്കിലും ഒക്കെ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആയിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്. പിന്നീട് ഈ സാധ്യതകൾ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തുകൂടാ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് ആയിക്കൂടാന്ന് വിചാരിച്ചിട്ടാണ് ഐ സ്റ്റാർട്ടഡ് 2-3 കമ്പനീസ്. എല്ലാം സക്സസ്ഫുൾ അല്ല, സ്റ്റിൽ 1 കമ്പനി ഈസ് റണ്ണിങ് ബെറ്റർ. അപ്പം അതങ്ങനെ പോകുന്നു. അങ്ങനെ ദുബായിൽ വന്നു. ജസ്റ്റ് ഒരു വിസിറ്റ് വന്നത് കണ്ടിട്ട് പോകാം. ദുബായ് വന്നപ്പോഴത്തേക്കും ഇത് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ റൈറ്റ് പ്ലേസ് ആണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ക്യാപിറ്റലൈസ് ചെയ്താൽ വി ക്യാൻ ഗ്രോ ഹിയർ. ഗവൺമെൻറ് പറയുന്ന പോലെ തന്നെ യു കം ഹിയർ, ഇൻവെസ്റ്റ്
ആൻഡ് ഗ്രോ. അതുപോലെ തന്നെയാണ് തീർച്ചയായും ദുബായ്. നമ്മളെ കറക്റ്റായിട്ട് ദുബായ് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഈ മന്നത്ത് ഗ്രൂപ്പ് എന്നുള്ള എൻ്റെ ഫാമിലി നെയിം തന്നെയാണ് മന്നത്ത് എന്നുള്ളത്. ഞാനപ്പോൾ അതിൻ്റെ ഒരു ഗ്രൂപ്പ് കമ്പനി ആക്കി ഫോം ചെയ്തു. അതിന് അണ്ടറിൽ എനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ബിസിനസ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഞാൻ കൂടുതലും ഷോസ് ചെയ്യുന്നത് 99% മ്യൂസിക്കൽ കോൺസേർട്സ്, അതും മലയാളം മാത്രമായിരിക്കും. കാരണം എനിക്ക് താല്പര്യമുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ബിസിനസ് വാരി കൂട്ടുന്നു എന്നുള്ളതല്ല ബേസിക്കലി. കാരണം നമ്മളെ അപ്രോച്ച് ചെയ്യായിരുന്നു ഓരോരുത്തരും, നമ്മളായിട്ട് അങ്ങോട്ട് പോയതല്ല. ഓരോ സിറ്റുവേഷൻസിലും ഇപ്പോൾ എക്സാമ്പിൾ റീസെൻ്റ്ലി നമ്മൾ അക്യൂർ ദിൽസെ FM. അപ്പോൾ ആ ഒരു FM സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷകളോടുകൂടി കുറച്ച് ആൾക്കാർ തുടങ്ങി. കപ്പിൾ ഓഫ് മന്ത്സ് അവർ റൺ ചെയ്തു. അതൊരു വൈൻഡ് അപ്പ് സിറ്റുവേഷനിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു മലയാള FM പോകുന്നത് എനിക്ക് കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളാം, ഞാനത് ഡെവലപ്പ് ചെയ്തോളാം. അങ്ങനെ പുതിയ ടീമും കാര്യങ്ങളെല്ലാം ആയിട്ട് വി ആർ കമ്മിങ് വിത്ത് എ ന്യൂ ഫേസ്. പിന്നെ മറ്റ് ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ ഐ എം ഇൻ ടു ഹോട്ടൽസ്. എനിക്ക് ഹോട്ടൽസ് ഉണ്ട്, കപ്പിൾ ഓഫ് ഔട്ട്ലെറ്റ്സ്, എനിക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കാരണം നമ്മളിവിടെ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കൊരു റീറ്റെയിൽ ക്യാഷ് ഫ്ലോ കൃത്യമായിട്ട് വേണം. കാരണം മറ്റേ FM അങ്ങനെയുള്ള ബിസിനസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അതെല്ലാം നമുക്ക് മന്ത്ലി ഓപ്പറേഷൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ ക്യാഷ് ഫ്ലോ. അത് നമ്മൾ റെസ്റ്റോറൻറ്റ്സ്, ഔട്ട്ലെറ്റ്സ് അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്തിരിക്കുന്നത്. സോ വി ആർ പ്ലാനിങ് ഫോർ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ഹിയർ. എനിക്ക് ദുബായ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതും നമ്മൾ വളരെ സ്ട്രാറ്റജിക്കലിയാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ്സ് അങ്ങനെ ഒത്തിരി ചെയ്തുകൊണ്ടല്ല ചെയ്യുന്നത്. എപ്പോഴും ഒരു ചെറിയ ഔട്ട്ലെറ്റ് നമ്മളാണെങ്കിലും മന്ത്ലി ലീസിനാണ് എടുക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കിയിട്ട് വിൽ ഇൻവെസ്റ്റ് ഇൻ അനദർ. അങ്ങനെ ഒരു സ്റ്റെപ്പ് വരെയാണ് പോകുന്നത്. ഈ ഇതൊരു സീസൺ ടൈം ആയിരുന്നു ദുബായ് നോക്കുമ്പോഴത്തേക്കും. ആ ഒരു സീസൺ ടൈം നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും നമ്മുടെ ഔട്ട്ലെറ്റ്സ് ആണെങ്കിലും. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു റവന്യൂ ആണ് നമ്മൾ ദുബായിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് 300+ എംപ്ലോയീസ് ഉണ്ട്. ഞാൻ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട്. കാരണം ഈ എംപ്ലോയീസ് ആണെങ്കിൽ നമ്മൾ ജോലി ആവശ്യമുള്ളവരെയാണ് കണ്ടെത്തി ജോലി കൊടുക്കുന്നത്. നമ്മളൊരു ഇന്റർവ്യൂ ചെയ്ത് സ്കിൽസ് നോക്കിയിട്ട് അങ്ങനെയല്ല, ആവശ്യമുള്ളവർ നമ്മൾ അപ്രോച്ച് ചെയ്താൽ എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ഇപ്പൊ തന്നെ ഈ നമ്മൾ ഡിജിറ്റൽ TV ലോഞ്ചും കാര്യങ്ങളും ചെയ്തു. അത് എൻ്റെ കൂടെ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന രീതിയിലാണ് ചെയ്തു പോകുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ബിസിനസ് മാൻ, ഐ എം എൻ ഓൺട്രപ്രണർ. തീരുമാനമായിട്ടാ കുറച്ച് സബ്ജക്റ്റുകളുണ്ട്. എന്ത് ചെയ്യണമെന്നുള്ളത് ലോക്ക് ഇൻ ചെയ്തിട്ടില്ല. എന്തായാലും കുറച്ച് ടൈം എടുക്കുന്നതായിരുന്നു. അച്ഛൻ ഈസ് വെരി ഹാപ്പി. അച്ഛൻ ഒരു ഫിലിം മേക്കർ തന്നെയാണ്. അപ്പം അച്ഛൻ്റെ സിനിമയെ പറ്റി ആദ്യം സംസാരിച്ചു. ഈസ് വെരി ഹാപ്പി. എന്തായാലും മാതാപിതാക്കളില്ല, എന്തായാലും ഹാപ്പി ആയിരിക്കും. അങ്ങനെ അച്ഛൻ തന്നെയാണ് നമ്മൾ ചെറുപ്പത്തിലെ കാണുന്ന സിനിമക്കാരൻ. അച്ഛൻ്റെ പാത പിന്തുടർന്ന് തന്നെ പറയാം. പക്ഷേ ഞാൻ എൻ്റെ ടീൻസിലോ എൻ്റെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും സിനിമാക്കാരനോട് സിനിമയോട് ഭയങ്കര അഭിനയം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കോളേജിൽ നിന്നൊക്കെ പുറത്ത് ഒന്നും ചെയ്യാനുള്ള സമയത്ത് അച്ഛൻ പറഞ്ഞു ജയരാജ് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വെച്ചാൽ പിന്നെയാണ് സിനിമയിലുള്ള ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും ഡെവലപ്പ് ആവുന്നത്. ഇല്ല ഇല്ല, അത് ആ സ്പേസ് വി ആക്കി പറയാം. അച്ഛൻ അങ്ങനെ സ്ക്രിപ്റ്റ് കൊണ്ടില്ല. അച്ഛൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കാൻ അങ്ങനെ ഉണ്ട്. വർക്കിംഗ് ഓൺ സംതിങ് ഐ കീപ് ഇറ്റ് സെപ്പറേറ്റ്. ചന്തുവിൻ്റെ ക്യാരക്ടറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗ് വന്നിട്ടുണ്ടായിരുന്നു, ലൂസ് അടിക്കണം. ആ ഒരു സ്ക്രിപ്റ്റിംഗ് ടൈമിൽ ഇത് എങ്ങനെയാണ് അത് കൺസീവ് ആയത്? ആ ഒരു എൻട്രിയും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അഭിലാഷ് എന്നാണ് ചന്തു ചെയ്ത ക്യാരക്ടറിൻ്റെ പേര്. അപ്പം ശരിക്കുള്ള ഇരുൾ സംഭവത്തിലും അഭിലാഷ് ഈ കണ്ടാണ് ആ ട്രോമയിൽ പുള്ളിക്കാരൻ ആ മരത്തിൻ്റെ അവിടെ പോയിരുന്ന് ഫുൾ മഴയും കൊണ്ട് ആ മരത്തിൻ്റെ അവിടെ ചുറ്റിക്കൊണ്ടിരിക്കുക. ക്ലൈമാക്സിൽ വന്ന് ലൂസ് അടിക്കട എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് ലിബർട്ടിയാണ് എടുത്തേക്കുന്നത്. ലൂസ് അടിക്കട ഒരു വടംവലി ടെക്നിക്കാണ്. ലൂസ് അടിച്ച് അവരെ സ്റ്റെബിലിറ്റി കഴിഞ്ഞ് വലിച്ചേറ്റ്. അപ്പോൾ ഞാനത് എന്തോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഏതോ റീലിൽ കണ്ടതാണ്. അപ്പോൾ അത് ഞാൻ സ്ക്രിപ്റ്റിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണം. അവർ ശരിക്കും വടംവലിക്കാരാണ് ആക്ച്വലി. അവരെന്നാണ് വലിച്ച് കയറ്റിയത്. അപ്പോൾ ലൂസ് അടിക്കുക എന്നുള്ളൊരു സിനിമാറ്റിക് ഹൈ, ഒരു ക്ലൈമാറ്റിക് ഹൈന് വേണ്ടിയിട്ടാണ് ഞാനത് അവിടെ ആഡ് ചെയ്തത്. അതിൻ്റെ ഒരു ഫിനിഷിംഗ് ക്ലൈമാക്സിൽ കൊടുത്ത മ്യൂസിക് ഉണ്ടല്ലോ, അത് ശരിക്കും ഗുണേല ആ ഒരു പറഞ്ഞ ആ പാട്ട് തന്നെ ഇടണമെന്ന് അങ്ങനെ എന്തെങ്കിലും അത് സ്ക്രിപ്റ്റിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ ഫസ്റ്റ് പടം ചെയ്യുമ്പോഴേ, കാരണം ഈ പാട്ടിൽ പടം ഓപ്പൺ ചെയ്യണം, അതിൻ്റെ ക്ലൈമാറ്റിക് ആ വർഷം ആ പാട്ട് തന്നെ വരണം. നോക്കുമ്പോൾ ആ പാട്ടിൻ്റെ വരികളും പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലവ് തന്നെയാണ്. സോ ഐ തിങ്ക് ദ സോങ് വാസ് മെയ്ഡ് ഫോർ മീ 30 years ago. യെസ്. Thank you all. Thank you.
ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert.